കുംഭസാരത്തിൻ്റെ ഒരു അപകടം എന്തായിരിക്കും? കുംഭസാരം വന്നിരിക്കുന്നത് RC ചർച്ചിലാണ്. RC ചർച്ചിൽ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. ആദ്യത്തെ കുംഭസാരം എന്ന് പറയുന്നത് സെക്ഷൽ ഇമോർട്ടാലിറ്റി ഏറ്റു പറയുക എന്നുള്ളതാണ്. അച്ഛന്മാർക്ക് സ്വയം ഭോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യം മാത്രമായിരുന്നു ആദ്യകാലത്തെ കുംഭസാരം എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നുള്ള ഇൻഫർമേഷൻ? ഈ ഇൻഫർമേഷൻസ് ചർച്ചിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു സിസ്റ്റർ എടുത്തു തന്ന ഡോക്യുമെൻറ്റിനകത്ത് എനിക്ക് കിട്ടിയതാണ്. കുഞ്ഞുണ്ടാകാനല്ലാതെ അന്ന് സെക്സ് അനുവദിച്ചിരുന്നില്ല. ക്രിസ്ത്യൻ സമൂഹം കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമേ സെക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുമ്പസാരിക്കണം. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരുപാട് അച്ഛന്മാരെ എനിക്കറിയാം. പക്ഷേ ഈ അച്ഛന്മാർ അതിൻ്റെ രഹസ്യം വെളിയിൽ പറയത്തില്ല. ഓക്കെ, നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനിറ്റി എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ബോധത്തിനെ പരിണമിക്കാൻ ഒരിക്കലും അനുവദിക്കാത്ത ഒരു ചട്ടക്കൂട് ഇപ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അത് അറിഞ്ഞുകൊണ്ട് വെച്ചതായിരിക്കാം. കാരണം പലപ്പോഴും നമ്മുടെ ബോധം പരിണമിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ബോധോദയം വരിക, ബോധം എക്സ്പാൻഡ് ആവുക. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ ഒരു മെഡിറ്റേഷൻ ഒന്നും സ്ഥാനമില്ലാതായി പോയി? ഒരിക്കലും ഒരു മെഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നേയില്ല. അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്ത പ്രശ്നമാണ്, പാപമാണ്, അങ്ങനെ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ. അവ എന്തുകൊണ്ടായിരിക്കാൻ ഒരു കാരണം? സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിനകത്ത് നിലനിൽക്കത്തില്ല. അപ്പോൾ ആ ഒരു പ്രസ്ഥാനം തകർമാറാകുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് ആൾക്കാർ അതിനകത്തേക്ക് പോകാൻ അനുവദിക്കാതെ ഒരു തടയിട്ട് നിർത്തുന്നത്. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരുപാട് അച്ഛന്മാരെ എനിക്കറിയാം. പക്ഷേ ഈ അച്ഛന്മാർ അതിൻ്റെ രഹസ്യം വെളിയിൽ പറയത്തില്ല. ഈവൻ ജീസസിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം മെഡിറ്റേഷൻ തന്നെയായിരുന്നു. ജീസസ് പ്രാർത്ഥിക്കാനായിട്ട് ഒരിക്കലും ഒരു മാസ് കമ്മ്യൂണിറ്റിയിൽ പോയിട്ടില്ല. ദേവാലയത്തിൽ പോലും ജീസസ് പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്തുള്ള പ്രെയർ മൊമെൻറ്റ്സ് എല്ലാം വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ അതിരാവിലെ ആ രീതിയിലാണ് ജീസസിൻ്റെ പ്രെയർ എല്ലാം ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ജീസസിൻ്റെ ലൈഫിനകത്തുള്ള പ്രെയർ എല്ലാം മെഡിറ്റേഷൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രെയർ എല്ലാം ശ്രദ്ധിച്ചറിയാതെ 2 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും ആയിരുന്നില്ല. വലിയ സമയദൈർഘ്യം ഉണ്ടായിരുന്ന പ്രാർത്ഥനകളായിരുന്നു. ഒരു സമയത്ത് ശിഷ്യന്മാരെ അദ്ദേഹം ഇതൊന്ന് കാണിക്കാനായിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് മാറിയെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഇവർ സുഖമായിട്ട് ഉറക്കുക. അപ്പോൾ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എത്രയോ സമയം അദ്ദേഹം പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. സോ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനാണ് ഇവരെ കൊണ്ടുപോയത്. പക്ഷെ അവർക്കത് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് അവരുടെ ലൈഫിനകത്ത് ഉണ്ടായില്ല. സോ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് നമ്മളെ ഇന്ന് മറ്റു രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിക്കുകയും അനുവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം മനസ്സിലാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് മതത്തിൻ്റെ ഇൻറ്റൻഷൻ. നല്ലത് നിലനിൽക്കത്തുള്ളൂ. കുംഭസാരത്തിൻ്റെ ഒരു അപകടം എന്തായിരിക്കും നിങ്ങൾ കാണുന്നത്? അങ്ങനെ മതത്തിൽ ഇതിനകത്ത് കുംഭസാരം ഇല്ല. കുംഭസാരത്തിനെ കുറിച്ച് അറിയാലോ, എന്തായിരിക്കും ഒരു അപകടം? കുംഭസാരം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ മേജറായിട്ടുള്ള അപകടം എന്ന് പറയുന്നത് ആ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കുംഭസരിച്ചാൽ മതിയല്ലോ, ഒരു തെറ്റ് ചെയ്യുക, കുംഭസരിക്കുക, അത് മാറി. തെറ്റ് ചെയ്യുക, കുംഭസരിക്കുക, മാറി. സോ ഈ ഒരു പ്രവണത പഴയ നിയമത്തിലുള്ളത് കൊണ്ടാണ് യാഗങ്ങൾ നിർത്തലാക്കിയത്. ആ യാഗങ്ങൾ ഒരു പാപം ചെയ്യുന്നു, യാഗം കൊടുക്കുന്നു, അടുത്ത പാപം ചെയ്യുന്നു, യാഗം കൊടുക്കുന്നു. അപ്പോൾ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് യാഗം വന്ന് വെച്ചിരുന്നത് കൊണ്ടാണ് ജീസസ് അതിനെ മാറ്റിയത്. അതേ കാര്യത്തെ ഇന്ന് വേറൊരു കുപ്പിയിൽ വെച്ചിരിക്കുന്നതാണ് കുംഭസാരം. സോ കുംഭസാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാപത്തെ കൂടുതൽ ചെയ്യാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇനി കുംഭസാരം വന്ന എങ്ങനെയാണെന്ന് അറിയാവോ? അറിയത്തില്ലല്ലോ. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. കുംഭസാരം വന്നിരിക്കുന്നത് RC ചർച്ചിലാണ്. RC ചർച്ചിൽ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. ആദ്യത്തെ കുംഭസാരം എന്ന് പറയുന്നത് സെക്ഷൽ ഇമോർട്ടാലിറ്റി ഏറ്റു പറയുക എന്നുള്ളതാണ്. അച്ഛന്മാർക്ക് സ്വയം ഭോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യം മാത്രമായിരുന്നു ആദ്യകാലത്തെ കുംഭസാരം എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നുള്ള ഇൻഫർമേഷൻ? ഈ ഇൻഫർമേഷൻസ് ചർച്ചിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു സിസ്റ്റർ എടുത്തു തന്ന ഡോക്യുമെന്റിനകത്ത് എനിക്ക് കിട്ടിയതാണ്. ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് വർഷം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അവരെനിക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ഇതുപോലെ അയച്ചു തന്നു. വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിന്റെ പ്രൂഫ് ചോദിക്കണമെങ്കിൽ ഞാൻ അത് കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ എന്തെങ്കിലും വിദേശ രാജ്യത്തായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും വിദേശ രാജ്യത്ത് തന്നെയാണ്. ഇതിനൊരു മെന്റൽ ഒരു ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. എന്താന്ന് പറഞ്ഞാലേ, നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന, നമ്മളെ പറ്റി പൂർണ്ണമായി അറിയുന്ന, നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയോട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വിധേയത്വം ഉണ്ടാവും. ആ വിധേയത്വം വരുന്ന വ്യക്തിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എൻ്റെ അടുത്താണ് വിധേയത്വമെങ്കിൽ അത് ആ വ്യക്തിനെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് എൻ്റെ തീരുമാനം. അത് എൻ്റെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഒരു കൂട്ടം വ്യക്തികൾ അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയായിട്ട് ഒരു പ്രൊപ്പഗണ്ട പോലെ സെറ്റ് ചെയ്താൽ ഈ പറയുന്ന ആളുകളെ വിധേയത്വമാക്കുക എന്ന് പറയുന്നത് അവരുടെ രഹസ്യങ്ങൾ അറിയുക എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ പഠിച്ച കാര്യത്തെ പറ്റിയിട്ട് പറയുന്നത്.
പല കുടുംബങ്ങളും പല ആളുകളും പലപ്പോഴും ഒരു വൈദികൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ മിണ്ടാതെ പറയാതെ ബഹുമാനത്തോടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ദൈവത്തിനോടുള്ള ഭയമല്ല, അത് ആ വ്യക്തിയോടുള്ള ഭയമാണ്. കാരണം ഈ വ്യക്തിക്ക് എൻ്റെ കുടുംബത്തിലെയും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, പല രഹസ്യങ്ങളും അറിയാം. അങ്ങനെയെങ്കിൽ ആ വ്യക്തി പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ അനുസരിക്കേണ്ട കടമയിലോട്ട് മാറും. അപ്പൊ ഇതും ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൈക്കോളജി ആണെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ട്. തീർച്ചയായും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുമ്പസാരം ഈ പ്രീസ്റ്റിന് ഇങ്ങനെയുള്ള സെക്ഷൽ കാര്യങ്ങളൊന്നും ചെയ്ത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ബേസ് ആണെന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് വീണ്ടും ഇതിനകത്ത് ഞാൻ വായിച്ച അതിനകത്ത് വീണ്ടും പറയുന്നത് എങ്ങനെയാണ്, കുഞ്ഞുണ്ടാകാനല്ലാതെ അന്ന് സെക്സ് അനുവദിച്ചിരുന്നില്ല ക്രിസ്ത്യൻ സമൂഹം. കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമേ സെക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുമ്പസരിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും അത് കുറച്ചുകൂടെ പുരോഗമിച്ചപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെയായി, ഒരു നോർമൽ പൊസിഷനിൽ സെക്സ് ആകാം, മറ്റേതെങ്കിലും പൊസിഷനിൽ സെക്സ് ചെയ്യാനായിട്ട് അനുവദിക്കത്തില്ല, അത് പാവമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സെക്സ് ആസ്വദിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ, അന്നത് ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരത്തിൽ പറയണം. സോ ഇങ്ങനെ സെക്സിന് ആഭിമുഖ്യത്തിലാണ്, അല്ലെങ്കിൽ സെക്സിനെ മുൻനിർത്തിയാണ് തുടക്കകാലത്തെ എല്ലാ കുമ്പസാരവും നടന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് ബാക്കി പാപങ്ങൾ ഇതുമായിട്ട് ആഡ് ചെയ്തത്, അത് അടുത്ത കാലത്താണ്. സോ മുൻപ് സെക്ഷൽ ഇമ്മോർട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെക്ഷൽ ലൈഫിനകത്തുള്ള കൺട്രോളിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു കുമ്പസാരത്തെ കൊണ്ടുവന്നത്. നമുക്ക് പലപ്പോഴും ക്രിസ്ത്യാനിറ്റി ഒരു ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണല്ലോ. പക്ഷെ അങ്ങ് ഈ പറയുന്ന കാര്യങ്ങൾ ബൈബിളിലൊന്നും കാണാറില്ല, കണ്ടിട്ടില്ല. ബൈബിൾ ഈ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിർത്തിക്കൊണ്ട് അവർക്ക് തോന്നിയ കാര്യങ്ങളെല്ലാമാണ് അല്ലാതെ ക്രിസ്ത്യാനിറ്റിക്ക് അത് ജീസസിന്റെ ലൈഫുമായിട്ടോ ബൈബിളുമായിട്ടോ ഒരു ബന്ധവുമില്ല. ബന്ധം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്തൊന്നും വെളിയിറങ്ങത്തില്ലായിരുന്നു. ഞാനിന്ന് ബൈബിളിനെ സ്നേഹിക്കുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റിനെ ഞാൻ ഒരു മാതൃകാ പുരുഷനായിട്ട് എൻ്റെ ലൈഫിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടിനകത്ത് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാനും ഇങ്ങും കൂടി സംസാരിക്കുമ്പോൾ നമ്മളൊരു മതത്തെ വ്രണപ്പെടുത്തി അല്ലെങ്കിൽ മതത്തിലുള്ള ആളുകളുടെ കുറ്റം പറയുന്ന ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു രൂപങ്ങളിലൊന്ന് ജീസസ് ക്രൈസ്റ്റിൻ്റെ രൂപം, മാതാവുണ്ട്, അതിനകത്ത് ഒരുപാട് ആളുകൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിമർശനം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കും ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യത്തെ പറ്റിയിട്ട് മാത്രമല്ല, ക്ലാരിഫിക്കേഷൻ തന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിലും അത് വളരെയധികം സ്നേഹത്തോടെ ക്ഷമ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ചില സത്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സത്യങ്ങൾ പറഞ്ഞേ പറ്റും, മനസ്സിലായി. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ലൈഫ് നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് പോകാൻ പറ്റണം, ശരിയല്ലേ? അല്ലാതെ നമ്മൾ ഈ ഒരു പൊട്ടക്കിണറ്റിൽ കിടന്ന് നമ്മളിങ്ങനെ വട്ടം കറങ്ങുന്നത് നമുക്ക് ഒരു ഗുണമില്ല. അതെന്തോ ആവട്ടെ, ഒരു പക്ഷേ നമ്മുടെ സാമ്പത്തിക പ്രശ്നമാവാം, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റലി ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലി ഇഷ്യൂസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇതിൽ നിന്നെല്ലാം പുറത്തു വരാനുള്ള ആകെ ഒരു ഉപാധി എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസത്തെ പറ്റിയിട്ടൊന്നുമല്ല അവിടെ പറയുന്നത്. നിങ്ങളിൽ ഉണ്ടാകുന്ന ആനന്ദത്തെ കൂട്ടിയെടുക്കുക, സമാധാനത്തെ അതിലൂടെ ആനന്ദത്തിലൂടെ സമാധാനത്തെ കണ്ടെത്തുക, അതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഗ്ലെൻസ് ചെയ്യുക, കുറയ്ക്കുക. ദൈവത്തോട് വേണ്ടാന്നേ. ഇപ്പം ഞാൻ പ്രാർത്ഥനകൾക്കെതിരുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പ്രാർത്ഥനകൾക്കോ ഈശ്വരനോ ഇതൊന്നുമല്ല. പലപ്പോഴും നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് നമ്മൾ ഈശ്വരനെ എങ്ങനെ തിരിച്ചറിയും? നമ്മുടെ കൂടെ നടക്കുന്ന ആളെ തിരിച്ചറിയാൻ പറ്റാത്തത് നമ്മളിങ്ങനെ ഈശ്വരനെ കണ്ടെത്തുന്നത് ഒന്നുമില്ല. ഒരാൾ നമ്മുടെ മുന്നിൽ വിശന്ന് വന്നിരുന്നാൽ അവന്റെ വിശപ്പിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുത്തൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ. അത് ജീസസ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, കാരണം ഇപ്പൊ എല്ലാ മനുഷ്യരും വിചാരിക്കും അത് എന്താ ഞാൻ സഹായിക്കുന്നത്. അങ്ങനെയല്ല. നമ്മളൊരു വ്യക്തിയെ സഹായിക്കാതെ അവനെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോയെന്ന പല ആളുകളും പറഞ്ഞത്. ഞാൻ ഒരു മനുഷ്യനും ഒരു ഉപദ്രവം ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതം വളരെ കൃത്യമായിട്ടാണ് ജീവിച്ചത്. ഞാൻ പല വ്യക്തികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അഭിമാനത്തോടെ പറയുന്നത്. ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ആരും വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതം നോക്കി ജീവിക്കുന്നത്. ശരി, അതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എത്ര ആളുകളുടെ വേദനകൾ കാണാതെ പോയൊരു വ്യക്തിയാണത് ആയിരിക്കുന്ന വ്യക്തി, ശരിയല്ലേ? എങ്കിലല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമുക്ക്. കാരണം നമ്മൾ നടക്കുമ്പോഴേ 1000 വേദനകളിലൂടെയാണ് നമ്മൾ ഒരു എന്താ പറയുക, ഇപ്പം അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്നത് എത്രയോ വേദനകളിലൂടെ കടന്നു വരുന്ന മനുഷ്യരെ കണ്ടിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അതൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറയുന്നത് അത് എന്ത് ചിന്താഗതിയാണ്? അങ്ങനെയെങ്കിൽ ഈശ്വരൻ കാണാൻ ആ വ്യക്തിനെ ഒരിക്കലും ആ വ്യക്തിനെ ഈശ്വരൻ കാണാനോ ഈശ്വരൻ്റെ ഒരു ചൈതന്യത്തെയോ അല്ലെങ്കിൽ അനുഭൂതിയോ ഒന്നും ആസ്വദിച്ചറിയാൻ പറ്റില്ല. ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് അവസാനം മരിച്ചു പോകുന്ന ഗണത്തിൽപ്പെടുന്ന മനുഷ്യരാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കുമ്പസാരത്തിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ പലപ്പോഴും ആളുകൾക്കൊരു പശ്ചാത്താപം കൊടുക്കാന്ന് പറയുന്നതിന്റെ അപ്പുറത്തോട്ട് ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ ആരോ ഇത് ക്ഷമിക്കാനും പൊറുക്കാനും ഉണ്ടെന്നുള്ള ഒരു അമിതമായ കോൺഫിഡൻസ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുമ്പസാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പറയുന്നത് പരദൂഷണം, കുമ്പസാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി പറയുന്നത് മറ്റുള്ളവരെ എങ്ങനെ ചതിക്കണം പറ്റിക്കണം. കാരണം ഒരാഴ്ചത്തെ പാവം ഞായറാഴ്ച ദിവസം പോയിട്ട്
അവനവന്റെ ആവശ്യമായിട്ട് മാറ്റിയെടുത്തേക്കാം. Right. അപ്പൊ ഇതിന്റെ അകത്ത് വലിയൊരു ബിസിനസ് സാധ്യത അതിനകത്ത് അവർ തുറന്നു വെച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജീസസ് ഒരു അത്ഭുതം ചെയ്തതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അതായത് ഒരു പക്ഷപാതക്കാരനെ ഒരു കട്ടിലിൽ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഇറക്കി വെച്ചിട്ട് ജീസസ് അവന് സൗഖ്യം കൊടുക്കുന്ന ഒരു ഉപമയോ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതിനെ പറ്റി വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. അതെന്താ സംഭവം എന്നറിയോ? ഓക്കെ, അത് ശരിക്കും ഒരു രോഗിയല്ല. പാരാലിസിസ് വന്ന് ശരീരം നിശ്ചലമായിട്ടുള്ള ഒരു രോഗിയല്ല. അതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ഈ യഹൂദ മത നേതാക്കന്മാരെല്ലാം കൂടെ ഈ യാഗങ്ങൾ നടത്തണമല്ലോ. യാഗം നടത്തണമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. സാധാരണപ്പെട്ട മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു പാപം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയും ആട്ടുകൊറ്റനെ വേണം. ഒരു ആട്ടുകൊറ്റനെ മേടിക്കണമെങ്കിൽ അന്ന് ദാരിദ്ര്യ സമയമാണ്, നല്ല കാശാവും. കാളക്കിടാവിനെ മേടിക്കണം, നല്ല കാശാവും. ഇനി ഒരു ആട്ടുകൊറ്റനെ കൊണ്ട് കൊടുത്തു, ഞാൻ അതോടുകൂടെ പാപം ചെയ്ത് നിർത്തുമോ? അടുത്ത ആഴ്ച വീണ്ടും ഞാൻ പാപം ചെയ്യും. ഓരോ ആഴ്ചയും ആട്ടുകൊറ്റനെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് എൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ചേരത്തില്ല. സോ ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ എല്ലാം ഔട്ട്കാസ്റ്റ് ചെയ്ത് താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ലേബിലൊട്ടിക്കൽ പാപികൾ. കഫർനഹൂം, ബെത്ലഹേം, നസ്രയത്ത്, ഇവിടെ എല്ലാം താമസിക്കുന്നത് പാപികൾ എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ദേവാലയ വ്യവസ്ഥകളും ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റാതെ ജീവിതം പാരാലൈസ് ചെയ്ത ഒരു വ്യക്തി. അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ഇവർ ലേബൽ ചെയ്തു പാവി. വായു എന്ന ലേബൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡസൺ കണക്കിന് കാളക്കിടാവിനെ കൊടുക്കേണ്ടി വരും. അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെ പാരാലിസിസ് വന്ന വ്യക്തിയെ ജീസസിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ജീസസ് ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? നിന്റെ പാപങ്ങളെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ അമരൻ ചോദിക്കുക, പുരോഹിതന്മാർ ചോദിക്കുക, നിനക്ക് ഈ അധികാരം ഇവിടെ നിന്ന് യാഗങ്ങൾ ചെയ്ത് ഞങ്ങളാണ് പാപിയല്ല എന്നുള്ള അധികാരപത്രം വിളംബരം ചെയ്യേണ്ടത്. നിനക്ക് ഈ അധികാരം ഇവിടെ നിന്ന്. അവൻ ആട്ടുകൊറ്റനെ കൊണ്ടുവന്നില്ല, കുറുപ്രാവിനെ കൊണ്ടുവന്നില്ല, കാളക്കിടാവിനെ കൊണ്ടുവന്നില്ല. അവൻ്റെ ഹാർട്ട് കണ്ടിട്ട് ജീസസ് പറയാ പൊക്കോ. അവൻ ചാടി എണീറ്റ് നടന്നു എന്നാ. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ അടുത്ത തലമുറയോട് പറയേണ്ടത്. പള്ളി വെച്ചിരിക്കുന്ന കുമ്പസാരമോ ആചാരാനുഷ്ഠാനങ്ങളോ അതൊന്നും അല്ല നിന്നെ ക്വാളിഫൈ ആക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ചില നിയമാവലികളുണ്ട്. അത് ഈ വ്യക്തി അറിയിക്കുന്നതാണ് അവൻ്റെ പാരാലിസിസിനകത്തുനിന്ന് അവൻ്റെ മോചനം കിട്ടാൻ വേണ്ടിയുള്ള കാര്യം. ഇതെനിക്ക് നിങ്ങൾക്കും ഇതുപോലുള്ള മാധ്യമങ്ങളോട് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി പാരാലിസിസ് വന്ന ആൾക്കാർ ഇന്ന് ജീവിക്കും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ. ഓക്കെ.